റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോവിഡ് കാലത്തെ മൊറട്ടോറിയം ഇരുട്ടടിയായി. വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ കോഴിക്കോട് ജില്ലയിൽ മാത്രം ജപ്തി ഭീഷണി നേരിടുന്നത് 20,000-ഓളം പേരാണ്. പലിശ ഒഴിവാക്കി നൽകിയത് ചില സഹകരണ സ്ഥാപനങ്ങൾ മാത്രമാണെന്ന് കടക്കെണി വിമോചന മുന്നണി പറയും. ഒരു ജില്ലയിൽ ശരാശരി 20,000 മുതൽ ഒരു 30,000-നടുക്ക് കുടുംബങ്ങൾ കുടിവെപ്പിക്കപ്പെടുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം 22,000 കുടുംബങ്ങൾ ജപ്തി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാ ജനകീയമായിട്ട് തന്നെ നേരിടുക എന്നുള്ളതിനാണ്. കേസുണ്ടെങ്കിൽ ലോ ഓർഡർ പ്രശ്നങ്ങളും ജനകീയമായിട്ട് നേരിടുക എന്നുള്ളതാണ്. ഒരു 70% വരുന്ന ജനങ്ങളും കൊറോണയുടെ ഭാഗമായിട്ട് 2 വർഷം വീട്ടിലിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ലോണടവ് മുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ആ ജപ്തി ഭീഷണിയുടെ ഒരു ഫലം അനുഭവിക്കുന്ന പ്രശ്നം കൊറോണയുടെ പ്രശ്നമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. AK അഭിലാഷാണ് ചേരുന്ന വിവരങ്ങളുമായി. അഭിലാഷ്, ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലേക്ക് കാര്യങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ കോഴിക്കോട്, വടകര, അതോടൊപ്പം തന്നെ കൊയിലാണ്ടി, കുന്നമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രം ഏതാണ്ട് 17,000-ഓളം ആളുകൾ ഇപ്പോൾ കുടിയൊഴിപ്പ് ഭീഷണിയിൽ, അതായത് ജപ്തി ഭീഷണി നേരിടുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന ഒരു കാര്യം. ഏതായാലും ഇപ്പോൾ ഇവർ പറയുന്നത് 2015-ലും 16 കാലഘട്ടത്തിലൊക്കെ ഈ ലോൺ എടുത്ത ആളുകളാണ്. 2019 വരെ കൃത്യമായി അടയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ബാങ്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ആ തുകയിൽ ഒരു ഇളവ് ലഭിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ മൊറട്ടോറിയം കാലാവധി കഴിഞ്ഞതോടുകൂടി തന്നെ ആ കാലത്തെ പലിശയും അതോടൊപ്പം തന്നെ പിഴപ്പലിശയും ഒക്കെ മുതലോട് കൂട്ടിച്ചേർക്കുകയും പിന്നീട് ഈ തുക കൂടി അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പലർക്കും തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പണം അടയ്ക്കാൻ കഴിയാത്തതോടുകൂടിയാണ് ഇപ്പോൾ ഇത്ര വലിയ ആളുകൾക്ക് ഇത്തരത്തിൽ കടക്കണി ഭീഷണി ഉയർന്നു വരുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതൊരു സാമൂഹ്യ വിഷയമായി മാറുന്നു എന്നതാണ് ആശങ്കപ്പെടുന്ന കാര്യം. അതായത് ഇത്രയും വരുന്ന ആളുകൾ കടക്കണി ഭീഷണിയെ തുടർന്ന് വീട് വിട്ടൊഴിഞ്ഞു പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ബാങ്കുകളുടെ ഭാഗത്തും കർശനമായ നിലപാട് സ്വീകരിക്കപ്പെടുന്നു. സർക്കാരിന്റെ ഭാഗത്തും അതിന് അനുകൂലമായ നിലപാട് തന്നെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ടോ. ഈ സമീപകാലത്ത് വിലങ്ങാടുമായി ബന്ധപ്പെട്ട് ഇതേ സാഹചര്യത്തിൽ അവിടെ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കലക്ടർ അടക്കം ഇടപെട്ടുവെങ്കിൽ പോലും അവിടെയും ഇതേ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത്തരത്തിൽ കടക്കണി രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രേഖാ സജിതൻ കുന്നമംഗലം സ്വദേശിയാണ്. അവർ 16 ലക്ഷം രൂപയാണ് 2016 ലോൺ എടുത്തത്. 2019 വരെ കൃത്യമായി അടച്ചിട്ടുണ്ട്. അവരുടെ ഭർത്താവ് വിദേശത്തായിരുന്നു. പക്ഷേ കോവിഡ് കാലത്ത് അവർക്ക് ജോലി നഷ്ടപ്പെടുകയും നാട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. ആ ഘട്ടത്തിൽ അവർക്ക് ഈ പണം അടയ്ക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് വലിയ തരത്തിലുള്ള തുകയാണ് അവർക്ക് അടയ്ക്കേണ്ടി വരുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അവരും ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. ഇത്തരത്തിൽ നിരവധി കുടുംബാംഗങ്ങളാണ് ഇത്തരത്തിൽ ജപ്തി ഭീഷണി നേരിടുന്നത് എന്നതാണ് ആശങ്കപ്പെടുന്ന കാര്യം. ഏതായാലും സർക്കാരിന്റെ ഭാഗത്തും അനുകൂലമായ തീരുമാനം ഉണ്ടാകണമെന്ന് പറയുന്നു. ഈ പണം അടയ്ക്കാൻ കഴിയാതിരിക്കുന്നതല്ല പ്രശ്നം എന്നുള്ളതും ഇതൊരു സാമൂഹ്യ വിഷയമായി തന്നെ കാണണമെന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചില ആളുകളെങ്കിലും ഇത്തരത്തിൽ പണം അടയ്ക്കാതെ പോകുന്നുണ്ട്. അതായത് സർക്കാർ എഴുതിത്തള്ളുമെന്നുള്ള പ്രതീക്ഷയിലുള്ള ആളുകൾ കൂടിയുണ്ട്. അവരുടെ കാര്യമല്ല, പണം അടയ്ക്കാൻ കഴിയാത്ത ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ കാര്യമാണ് സർക്കാർ ഏറ്റെടുക്കേണ്ടതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി ഉയരുന്നത്. AK അഭിലാഷ് വിവരങ്ങൾ നൽകുകയാണ്.